കാറിൻ്റെ ഫ്രണ്ട് ടയർ പഞ്ചറായി. പക്ഷേ NH ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉടനെ സ്പോട്ട് ടയർ പഞ്ചർ അടിക്കുന്ന ആളെ വിളിച്ചു, ഈ പഞ്ചർ ഒന്ന് ശരിയാക്കി തരണം. ഉടനെ അയാൾ വന്നിട്ട് ഫ്രണ്ട് ടയർ പഞ്ചർ അടിക്കുന്നതിന് പകരം ബാക്കത്തെ ടയറിലെ കാറ്റാണ്ട് ഒഴിച്ചു വിട്ടു. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡും അതേപോലെ തന്നെ ഫിനിഷിങ്ങുമാണ്. ഈ ഒരു രണ്ട് പ്രശ്നത്തിന് എന്തിനാണ് ഒരു സെൻറ്റർ ബാക്കിനെ ടീമിൽ നിന്ന് പുറത്താക്കിയത്? അല്ലെങ്കിൽ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് രണ്ടുപേരും ഒരു പരസ്പര ഉടമ്പടിയോടെ ടീമിൽ നിന്ന് പോയി. ഉമ്മർബ എന്തിനാണ് അത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം പ്രശ്നങ്ങൾ മിഡ്ഫീൽഡിലും ഫിനിഷിങ്ങിലുമാണ്, പക്ഷേ റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത് സെൻറ്റർ ബാക്കിലും. എന്തായാലും ഈ ഒരു പ്ലെയറെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനാലിസ് ചെയ്ത് നോക്കാം. എങ്ങനെയുള്ള ടൈപ്പ് പ്ലെയറാണ് ഇത്? നല്ലൊരാളാണോ? നമുക്കറിയാം. എന്തായാലും ടീമിലേക്ക് വന്നു, ഉമ്മർബ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും പേരൊക്കെ വെറൈറ്റി പേരാണ്, ഫാലോ ഇന്ത്യയെ. ആദ്യം തന്നെ മാർക്കറ്റ് വാല്യൂ പരിശോധിച്ച് നോക്കുമ്പോൾ 2024 ഏകദേശം 90K യൂറോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ. അത് 2025 ആകുമ്പോൾ 250K. ഈ ഒരു വർഷം 2026 240K. അതായത് മാർക്കറ്റ് വാല്യൂ താഴെ തട്ടിൽ നിന്ന് ഒറ്റയടിക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു ടൈപ്പ് പ്ലെയറാണ് ഫാലോ. നമുക്കറിയാം, ഫാലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മുർത്തദ ഫാളിനെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു ശൈലി കളിയിൽ ഉണ്ടായാൽ മതി എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250K അല്ലെങ്കിൽ 240K ആണ്. ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 198 സെൻറ്റിമീറ്റർ, അതായത് 6'6", ഷർട്ട് നമ്പർ 44. അതേപോലെ തന്നെ 91 കിലോ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് റൈറ്റ് ഫൂട്ടാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ നോർമലായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഫാലോ ഇന്ത്യയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു താരമാകുമോ? അതറിയണമെങ്കിൽ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു ഹൈലൈറ്റായിട്ട് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹെഡിങ് ആണ്. അതായത് ഉയർന്നു വരുന്ന ലോങ് ബോളും ക്രോസുകളും അതേപോലെ തന്നെ കോർണർ കിക്കും, ഇതൊക്കെ എതിരാളികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തകർത്ത് കളയുന്ന ഒരു ക്വാളിറ്റി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. 75% ആ ഒരു സക്സസ് റേറ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഹെഡിങ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത്. അതായത് നല്ലൊരു ഫിസിക്കൽ എബിലിറ്റി ഉള്ള താരമാണ് ഫാലോ ഇന്ത്യയെ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജമ്പിങ്ങും. പിന്നെ യൂട്യൂബിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രീ മാച്ച് ഹൈലൈറ്റ്സും കഴിഞ്ഞ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്ലൈഡിങ് ടാക്കിൾസ് ഈ ഒരു പ്ലെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ 1-to-1 സിറ്റുവേഷൻ, ഗോൾ കീപ്പർ മാത്രമുള്ള മുന്നിൽ, എന്നാൽ ലാസ്റ്റ് മാൻ ഡിഫൻഡറാണ്, അതായത് സെൻറ്റർ ബാക്ക് ഇദ്ദേഹം തന്നെ ആകുമല്ലോ എന്തായാലും. ആ ഒരു സമയത്ത് എതിർ ടീമിൻ്റെ സെൻറ്റർ ഫോർവേഡ് വരുമ്പോൾ ബോള് ആ ഒരു ഡിഫൻഡറെ കടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഗോളാണ്. പക്ഷേ ആ ഒരു സമയത്തുള്ള ഒരു സ്ലൈഡിങ് ടാക്കിൾസ് ഉണ്ടല്ലോ, അതായത് യെസ് ഓർ നോ, അത് കടന്നു പോയി കഴിഞ്ഞാൽ ഗോളാണ്. പക്ഷേ ആ ടാക്കിൾസ് ഏറ്റു കഴിഞ്ഞാൽ ആ ഒരു ഗോൾ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഒരുപാട് സ്ലൈഡിങ് ടാക്കിൾസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഫാലോ ഇന്ത്യയെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരം. അത് ഉമ്മർബായിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഉമ്മർബായിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സ്ലൈഡിങ് ടാക്കിൾസ് കണ്ടിട്ടില്ല. പക്ഷേ 3 കളി കഴിഞ്ഞിട്ടുള്ളൂ, അത് വേറെ കാര്യം. എന്തായാലും അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്ലൈഡിങ് ടാക്കിൾസും ജമ്പിങ്ങും ക്രോസുകളിലൊക്കെ ഒരു ഹൈ ബോൾ, ഒരു എന്താ പറയില്ല, ആ ഒരു സാധനം ഈ ഒരു പ്ലെയറിൽ ഏറ്റവും കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു നല്ലൊരു ഫിസിക്ക് ഉപയോഗിച്ചിട്ട് എതിർ ടീമിൻ്റെ പ്ലെയേഴ്സിനെ ഫൗളൊക്കെ ചെയ്യുന്ന ടൈപ്പ് പ്ലെയറാണ്. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിങ്ങൾ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് കഴിഞ്ഞ 2 സീസണുകളിൽ, ഇപ്പോൾ 2024 സീസണിലാണെങ്കിൽ 4 ഗോൾ അടിച്ചിട്ടുണ്ട്. അതായത് ഗോൾ അടിക്കുന്ന ഒരു സെൻറ്റർ ബാക്ക് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറയാം. FC ഗോവൻ്റെ മുംബൈ സിറ്റിൻ്റെ ഒക്കെ പഴയ പ്ലെയർ ആയിട്ടുള്ള മുർത്തദ ഫാൾ, നമുക്കറിയില്ല ആ ഫാൾ എന്നുള്ളൊരു പേര് ഇദ്ദേഹത്തിൻ്റെ പേരിലും ഉണ്ട്. അപ്പോൾ മുർത്തദ ഫാൾ എങ്ങനെയുള്ളൊരു സെൻറ്റർ ബാക്കായിരുന്നു, അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്യും, അതേപോലെ തന്നെ ഗോളും അടിക്കും. അപ്പോൾ അതേ ടൈപ്പ് ശൈലിയുള്ള ഒരു പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാലോ.
2024 സീസണിൽ 4 ഗോൾ അടിച്ചിട്ടുണ്ട്. 1396 മിനിറ്റ്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫൗൾ ചെയ്യും കേട്ടോ. അതായത് 5 യെല്ലോ കാർഡ് ആ സീസണിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2023 സീസൺ നോക്കുകയാണെങ്കിൽ 1651 മിനിറ്റ് കളിച്ചിട്ടുണ്ട്. അതിൽ 2 ഗോളും 1 അസിസ്റ്റും. പക്ഷേ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതല്ല, 6 യെല്ലോ കാർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഡിഫൻഡർമാരാകുമ്പോൾ നല്ലൊരു സ്ലൈഡിങ് ടാക്കിൾസ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ കാലിൽ ഒരു ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാ കാർഡും വരും. അത് സ്വാഭാവികം. ഒരു സീസൺ കളിച്ചിട്ട് 4-5 യെല്ലോ കാർഡല്ല പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അത്രയും ഫിസിക്കും ആ ഒരു അഗ്രഷനൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാലോൺ ഡിയായ. അത്യാവശ്യം നല്ല രീതിയിൽ യെല്ലോ കാർഡും മേടിക്കുന്ന ഒരു പ്ലെയറാണെന്ന് തന്നെ പറയാം. മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ വഴങ്ങി. അതേപോലെ തന്നെ ഇൻട്രകാഷിനേറ്റും 2 ഗോൾ വഴങ്ങി. അപ്പോൾ മൊത്തത്തിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 ഗോൾ വഴങ്ങിയപ്പോൾ അതാകും ചിലപ്പോൾ ഉമ്മർ ബായെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ ഒരു പ്രശ്നം ആകും. നമ്മുടെ ഊഹാട്ടൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിച്ച് പറയാൻ സാധിക്കില്ല. അതായത് മാനേജ്മെൻറ്റ് ഓൾറെഡി സാമ്പത്തിക പ്രയാസത്തിലും കാര്യങ്ങളിലൊക്കെയാണല്ലോ. അപ്പോൾ ഇതേപോലുള്ള ഉമ്മർ ബാക്ക് ചിലപ്പോൾ സാലറി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അല്ലെങ്കിൽ ഉമ്മർ ബായുടെ ഒരു മോശം പെർഫോമൻസ് എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈ ലെവൽ കളിയൊന്നും കളിച്ചിട്ടില്ലെങ്കിലും ഒരു മീഡിയം, ഒരു ആവറേജ് ലെവലിലൊക്കെ ഉമ്മർ ബാ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോള് വഴങ്ങിയിട്ടുണ്ട്. 4 ഗോള് 2 മത്സരത്തിൽ നിന്ന്. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ ആകും ഉമ്മർ ബായെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നുണ്ട്. ഇപ്പോൾ കോർണർ കിക്കിൽ നിന്നായാലും സെറ്റ് പീസ്, ഫ്രീ കിക്കിൽ നിന്നായാലും ഒക്കെ തല വെച്ചിട്ട് ആ ഒരു 1.98 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടാകും. ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉപയോഗിച്ചിട്ട് ഗോൾ അടിക്കുന്ന ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെ ഒരുപാട് സ്ലൈഡിങ് ടാക്കിൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പോയിൻ്റ് എന്താണെന്നറിയോ, അതായത് സെൻട്രൽ ഡിഫൻസിൽ നിന്ന് സ്ട്രൈക്കർ കാലിലേക്കൊക്കെ പാസ് കിട്ടുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു ടൈപ്പാട്ടോ ഫാലോൺ ഡിയായ. അതായത് ബാക്ക് പൊസിഷനിൽ നിന്ന് നേരെ ഹൈ ബോൾ കൊടുത്തിട്ട് മിഡ്ഫീൽഡേഴ്സിൻ്റെ കാലിലും അതേപോലെ തന്നെ നേരെ പോയിട്ട് സെൻട്രൽ ഫോർവേഡിൻ്റെ കാലിലൊക്കെ കിട്ടുന്ന ഒരുപാട് ഗോൾ നമ്മൾ ISL ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ലോഫ്റ്റഡ് പാസും ഇദ്ദേഹത്തിൻ്റെ ഒരു കീ അഡ്വാൻറ്റേജ് ആണ്. ഏതായാലും ഈ ഒരു പുതിയ പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ തള്ളിമറിക്കേണ്ട ആവശ്യമില്ല. കളി തുടങ്ങിയാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കളി നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ.